ഒരുപാട് മൾട്ടി മില്യൺ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ചെയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മണി മേക്കിംഗ് മൈൻഡോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ മാർക്കറ്റ് ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നത് ഇത് ഒരു മാർക്കറ്റ് എക്കോണമിയാണ്. അപ്പം ആ കോമ്പറ്റീഷൻ നമ്മുടെ പ്രൈസ് താഴ്ത്തി വെക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റില്ല. ആൾക്കാർ ഭീതി വ്യാപാരം നടത്തുന്നതെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ കാരണം പ്രൈസ് കുറഞ്ഞിട്ടൊന്നുമില്ല. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വിത്തൗട്ട് ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അവിടുത്തെ ഹെൽത്ത് കെയർ. ഇവിടുത്തേനേക്കാളും കുറച്ചുകൂടെയൊക്കെ സിസ്റ്റംസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോലും അത് വർക്കൗട്ട് ആയിട്ടില്ല. അപ്പം ഒരു പബ്ലിക് ഹെൽത്ത് കെയർ, ഒരു അഫോർഡബിൾ പബ്ലിക് ഹെൽത്ത് കെയർ ഉള്ളത് നമുക്ക് വലിയൊരു ആവശ്യമാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വലിയ ചെയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒരു കൂട്ടം ആശുപത്രികൾ അവരെടുക്കുകയാണ്. അപ്പം അതിലൊന്നും പെടാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ടാവും. അവിടെ ചികിത്സാ ചെലവ് കുറവായിരിക്കും. അവർക്ക് സ്കെയിലിൻ്റെ ഒരു ലിവറേജ് ഉണ്ട്. ആ സ്കെയിലിൻ്റെ ലിവറേജ് വെച്ച് അവർ സപ്ലൈ ചെയിൻ സ്ക്വീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു മരുന്ന് കമ്പനിയോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ മരുന്ന് ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തോളാം, പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആമസോൺ തന്നെ അവരുടെ മർച്ചൻസിനോട് പറയുന്നത്, ആമസോണിൽ ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വേറൊരു സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അവരുടെ സ്കെയിൽ കൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ്. ഇതൊരു അൺഫെയർ ട്രേഡിംഗ് പ്രാക്ടീസാണ്. ഒബ്വിയസ്ലി ഇത് അൺഫെയർ ട്രേഡിംഗ് പ്രാക്ടീസാണ്. പക്ഷേ ഒരു 10-36 കൊല്ലം ഇന്ത്യയിൽ ജീവിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് 100% പറയാൻ പറ്റും ഇത് ഇന്ത്യയിൽ നടക്കും. രണ്ടാമത്തെ എല്ലാം പറഞ്ഞ കാര്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുത്താൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ വർഷം 14,000 രൂപ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. വർഷം 14,000 രൂപ ഇതിനു വേണ്ടി മുടക്കുന്ന ഒരാളെന്ന രീതിയിൽ സാധാരണ രീതിയിൽ വരുന്ന 1,00,000 താഴെയുള്ള ബില്ലുകൾ, വൺസ് ഇൻ എ വൈൽ വരുന്ന ബില്ലുകൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതെന്നെ ബാങ്ക്രപ്റ്റ് ആയി പോകത്തൊന്നുമില്ല. ഇത്തരം ബില്ലുകൾ ഇൻഷുറൻസ് കമ്പനികൾ കണ്ണും പൂട്ടി പേ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഹാപ്പിയാവും. ഓക്കെ, ഇൻഷുറൻസ് എടുത്തത് കാര്യമായി. കാരണം നമ്മൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ കവർ ചെയ്തു. ഇതിന് നമ്മൾ വലിയ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കും. ഈ ഒരു 90% ആൾക്കാർക്കും വരുന്ന മേജർലി വരുന്ന കാര്യങ്ങളൊക്കെ ഈ 1,00,000 രൂപ താഴെയുള്ളതായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴാണ് ബാങ്ക്രപ്റ്റ് ആയി പോകുന്നത്? ഒരു 9,00,000 രൂപയുടെ ബില്ല് വന്നു. അതൊരു സാധാരണക്കാരനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബില്ലാണ്. അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സഹായം വേണ്ടത്. നമ്മൾ 9,00,000 രൂപ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടില്ലാത്ത അഭ്യാസം മൊത്തം കാണിക്കേണ്ടി വരും. ലോകത്തില്ലാത്ത പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യണം. നമ്മളിതിൻ്റെ പുറകെ നടക്കണം. എന്നാൽ തന്നെ 9,00,000 രൂപ ഒരു 99% നമുക്ക് കിട്ടത്തില്ല. നമുക്കൊരു 5-6 ലക്ഷം രൂപ 2-3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വലിയ ക്ലെയിംസ് ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് അത്ര സ്മൂത്തായിട്ടൊരു പ്രോസസ്സല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു നാട്ടിൽ അത് തീരെ സ്മൂത്തല്ല. അപ്പോൾ എപ്പോഴും ഒരു നല്ല ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു നല്ല പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നല്ല പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഏത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ബാധ്യതയുണ്ട്. അത് സിറ്റിസൺസ് എന്ന രീതിയിൽ നമ്മളത് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത ഗവൺമെൻറ്റുകളെ പണിഷ് ചെയ്യേണ്ടതുണ്ട്.